വിപിൻ, താങ്കളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വർക്ക് രേണുസുതിയുമായിട്ടായിരുന്നില്ലേ? അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? രേണുസുതിയെ പറ്റി പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എല്ലാവരെയും പോലെ രേണുസുതിയെ പറ്റിയുള്ള കുറച്ച് വർക്കുകൾ കണ്ടു എന്നുള്ള പരിചയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ അറിയായിരുന്നോ? നേരത്തെ അറിയത്തില്ല. ഈ ഒരു വർക്കിൽ വന്നിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ വർക്കിലും ഞങ്ങളോട്ട് അസോസിയേറ്റ് ചെയ്യുന്നതല്ല. പക്ഷേ ഇതിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിലാണ് രേണുസുതി അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അല്ലേ. ശരിക്കും ഇപ്പോൾ രേണുസുതിയിൽ നിന്ന് രേണുവിലോട്ടുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു എന്താ ഒരു ഐഡൻറ്റിറ്റി കിട്ടി അതിൽ കയറി ഇങ്ങനെ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേണുസുതിക്ക് ഈ ഒരു പാഷനും മനസ്സിലല്ലേ, ഈ ഒരു അഭിനയിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യണം, ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള ഒരു താല്പര്യം വളരെ മുമ്പ് കാലം തൊട്ട് തന്നെ പുള്ളിക്കാരുടെ മൈൻഡിലുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, പുള്ളിക്കാരി നന്നായിട്ട് യൂസ് ചെയ്തു. ആ ഒരു അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ബിഗ് ബോസിലോട്ട് പോകുന്നുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? നേരത്തെ അല്ല മുൻകൂട്ടി ഇല്ല അറിയായിരുന്നോ? ഇല്ല 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 ഒരിക്കലും ഇല്ല. അതിപ്പോൾ അവർക്ക് അങ്ങനെ അറിയാമെങ്കിൽ തന്നെയും അവരത് ഡിസ്ക്ലോസ് ചെയ്യത്തില്ലല്ലോ, ഞങ്ങളുടെ അടുത്ത് അതൊന്നും പറയത്തില്ലല്ലോ. കാര്യം അത് അവരുടെ ഒരു സൂചന പോലും തന്നിട്ടില്ല. ഇല്ല. കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു ഷോ അല്ല. ഇത്രയും വലിയൊരു ഷോയാണ്. അപ്പോൾ അതിന് അവരുടേതായിട്ടുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെലക്ഷൻ കിട്ടിയാൽ പോലും അവരത് ഷെയർ ചെയ്യത്തില്ല. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ അക്ബറുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂവിൽ ഉണ്ട്. സെപ്റ്റി ടാങ്ക് എന്ന അത് ഒരു സ്ത്രീയെ ഒരിക്കലും തീർച്ചയായും കാര്യം തന്നെ, ഒരു സ്ത്രീയെ ഒരിക്കലും ആരും അഭിസംബോധന ചെയ്യാൻ പാടില്ലാത്തൊരു വാക്കാണ് ആ സെപ്റ്റി ടാങ്ക്. ശരിക്കും അത് അക്ബറിൻ്റെ വായിലെന്ന് അറിയാതെ വന്നതാണെങ്കിൽ പോലും അങ്ങനെ നമുക്ക് കരുതാം. പക്ഷേ അതിന് ശേഷവും അക്ബർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിന്നെ വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മാലിന്യ കൂമ്പാരമാണ്, അതുകൊണ്ട് സെപ്റ്റി ടാങ്ക് എന്ന പദം എന്തുകൊണ്ടും അനുയോജ്യമാണ് എന്നാണ് അക്ബർ പറഞ്ഞത്. ശരിക്കും ആ സെപ്റ്റി ടാങ്ക് എന്നുള്ള ഒരു വേർഡ് അക്ബറിൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നതാണെങ്കിൽ തന്നെ നമുക്കത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ രണ്ടാമത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിറച്ചും അങ്ങനെയുള്ള മാലിന്യങ്ങൾ, ഒരു സെപ്റ്റി ടാങ്കിനകത്ത് എന്ത് മാലിന്യമാണ് കാണുന്നത് നമുക്ക് തന്നെ അറിയാം. ഒരു സെപ്റ്റി ടാങ്കിനകത്ത് കാണപ്പെടുന്ന മാലിന്യം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ, അത് പറയാൻ തന്നെ ഞങ്ങൾക്ക് അറപ്പുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് രേണുസുതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ രേണു അതിനെ ഫേസ് ചെയ്തൊരു വേ ഓഫ് അപ്രോച്ച് ഉണ്ട്, അറിയാമോ? ചിരിച്ചുകൊണ്ട് നൈസ് എന്നാണ് രേണു അതിനെ പറഞ്ഞത്. മനസ്സിൽ ഓ നൈസ് എന്നാണ് മനസ്സിൽ വിഷമം ഉണ്ടാവാഞ്ഞിട്ടല്ല, മനസ്സിലായി. പക്ഷെ ഇതെല്ലാം രേണുവിനെ അറിയായിരുന്നു. ഇതിനകത്ത് പോകുമ്പോൾ ഒരു സ്ത്രീ എത്രത്തോളം അതമ്പതിക്കാവുന്ന രീതിയിൽ അത്രത്തോളം ചവിട്ടി തേക്കപ്പെടുമെന്ന് അറിയായിരുന്നു.